നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. വിരാട് കോഹ്ലി, നമ്മൾ കോഹ്ലിയെക്കുറിച്ചൊരു 10-18 വർഷത്തിലധികമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരാട് കോഹ്ലി എങ്ങനെയാണ് കിങ് കോഹ്ലിയായി തന്നെ തുടരുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ IPL ഫൈനലിൽ അദ്ദേഹം കളിച്ചൊരു ഇന്നിങ്സ്. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ആ കളി യഥാർത്ഥത്തിൽ RCBയെ തകരാതെ സംരക്ഷിച്ച് ജയിപ്പിച്ചത് കോഹ്ലിയുടെ ആ ഒരു ഗംഭീരമായ ഇന്നിങ്സ് ആയിരുന്നു. അദ്ദേഹം 75 റണ്ണെടുത്ത് പുറത്താകാതെ നിന്നു ആ കളിയിൽ. മാത്രമല്ല ഇന്നലെയാണ് അദ്ദേഹം ആ ഒരു അർദ്ധ സെഞ്ചുറി 25 പന്തിൽ പൂർത്തിയാക്കുന്നത്. അതായത് 200 സ്ട്രൈക്ക് റേറ്റിൽ. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള 18-19 സീസൺ IPL കളിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 ഇന്നലെ വരുന്നത്. ഏറ്റവും അതിവേഗമായ അർദ്ധ സെഞ്ചുറി ഇന്നലെ ഫൈനലിലാണ് അദ്ദേഹം കുറിച്ചത്. 38 വയസ്സാണ് വിരാട് കോഹ്ലിക്ക്, 18 വയസ്സല്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം തുടർച്ചയായി 4ാമത്തെ സീസണിലാണ് അദ്ദേഹം 600 റണ്ണ് കടന്നത്. IPLൽ 675 റണ്ണാണ് അദ്ദേഹം ഈ IPLൽ എടുത്തത്. അപ്പോൾ അത് വളരെ രസകരമായ ചില കണക്കുകളുണ്ട് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം. അത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. 16 മത്സരങ്ങളിൽ നിന്നാണ് ഇത്തവണ 675 റണ്ണ് വിരാട് കോഹ്ലി എടുത്തത്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശരാശരി എന്ന് പറയുന്നത് 50 എല്ലാ മത്സരത്തിലും 50ൻ്റെ ബാറ്റിംഗ് ശരാശരിയാണ്. 50 ബാറ്റിംഗ് ശരാശരി. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 164. 38ാമത്തെ വയസ്സിലാണ്. 16 മത്സരങ്ങൾ ഫിറ്റ്നസ്സോട് കൂടി കളിച്ച ഒരു കളിക്കാരൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 168. 168 164. ഇത് ആദ്യമായിട്ടാണ് വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് IPLൽ 155 മീതെ പോകുന്നത്. 18 വയസ്സിൽ തൊട്ട് കളിക്കുന്ന അദ്ദേഹം, പക്ഷേ അന്നൊന്നും 155 മീതെ പോയിട്ടില്ല സ്ട്രൈക്ക് റേറ്റ്. ഇപ്പോൾ 38ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 164 മീതെയാണ്. അതെന്ത് ഉഗ്രമാണ്, എന്ത് ഗംഭീരമാണ്. അതുപോലെ IPLൽ 283 മത്സരങ്ങളിൽ ഇതുവരെയായിട്ട് 9336 റണ്ണാണ് സമ്പാദ്യം. 9336. 9 സെഞ്ചുറികളാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. 2008ലാണ് അദ്ദേഹം IPLൽ അരങ്ങേറുന്നത്. 2011 ആദ്യമായിട്ട് സീസണിൽ 500 റൺ അടിച്ചു. 2011ലാണ് ആദ്യമായിട്ട് സീസണിൽ 500 റൺ അടിക്കുന്നത് അദ്ദേഹം. 2016 അദ്ദേഹത്തിൻ്റെ ഏറ്റവും മാസ്റ്റർ ക്ലാസ് സീസൺ. അന്ന് അദ്ദേഹം 16 കളിയിൽ നിന്ന് 973 റണ്ണാണ്. വെറും 27 റണ്ണാണ് 1000 റണ്ണിന് കമ്മി. 973 റണ്ണാണ് 2016 അയാൾ അടിച്ചു കൂട്ടിയത്. അന്ന് 4 സെഞ്ചുറിയാണ് ആ വർഷം മാത്രം നേടിയത്. അതൊന്ന് ആലോചിക്കണം. ഒപ്പം 2023 639, 2024 741, കഴിഞ്ഞ സീസണിൽ 657. അതായത് 2023 639, 2024 741, 2025 657, 2026 675. തുടർച്ചയായി 4 സീസൺ